ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖരായ നടന്മാരിൽ ഒരാളാണ് കമലഹാസൻ. തമിഴാണ് അദ്ദേഹത്തിൻ്റെ കളരിയെങ്കിലും എല്ലാ ഭാഷകളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. ഒരു സകലകലാവല്ലഭൻ. എങ്കിലും ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ നാവ് അദ്ദേഹത്തെ ചതിക്കാറുണ്ട്. ഇപ്പോൾ കന്നഡ ഭാഷയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമാണ് ഏറെ വിവാദമായിരിക്കുന്നത്. കന്നഡ ഭാഷ തമിഴിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നതെന്ന് കമലഹാസൻ പറഞ്ഞതാണ് ഇപ്പോൾ കർണാടകയിലെ ജനങ്ങൾ ഏറ്റെടുക്കത്ത് പ്രശ്നമാക്കിയിരിക്കുന്നത്. കർണാടകയിലെ ജനങ്ങൾ മാത്രമല്ല, കർണാടകയിലെ രാഷ്ട്രീയ കക്ഷികളും സംഘടനകളും എല്ലാം കമലഹാസനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ശിവരാജ് കുമാറുമായുള്ള ഒരു സംസാരത്തിനിടയിൽ കമലഹാസൻ പറഞ്ഞതാണ് ഈ കാര്യം. തഗ് ലൈഫിൻ്റെ പ്രൊമോഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹവും ശിവരാജ് കുമാറുമായി, കന്നഡയുടെ സ്വന്തം സൂപ്പർ താരം ശിവരാജ് കുമാറുമായി ഉള്ള ഒരു സംഭാഷണത്തിലൂടെ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എപ്പോഴും തമിഴിനെ പുകഴ്ത്തി കന്നഡയെ ഇടിച്ചു താഴ്ത്തി എന്നുള്ള ഒരു നിലയിലുള്ള ആരോപണമാണ് കമലഹാസനെതിരെ വന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കോടതി വരെ എത്തിയിരിക്കുകയാണ്. കമലഹാസൻ താൻ ചെയ്ത പ്രവൃത്തിക്ക് മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രമായ തഗ് ലൈഫ് കർണാടകയിൽ റിലീസ് ചെയ്യാൻ സാധ്യത ഇല്ല. കാരണം കമൽ ക്ഷമ ചോദിക്കുന്നത് വരെ സിനിമ റിലീസ് ചെയ്യേണ്ടെന്നാണ് കർണാടക ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് തീരുമാനിച്ചത്. അതുപോലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കമലഹാസൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കന്നഡ ഭാഷയ്ക്ക് വളരെ ദീർഘമായ ഒരു ചരിത്രമുണ്ടെന്നും കമലഹാസൻ അതിനെക്കുറിച്ച് അറിയില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. കമലഹാസൻ ക്ഷമ ചോദിക്കണമെന്ന് കർണാടക BJP അധ്യക്ഷൻ BY വിജയേന്ദ്രയും എല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മാപ്പ് പറയില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. തെറ്റു ചെയ്തെങ്കിൽ ക്ഷമ ചോദിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ക്ഷമ ചോദിക്കാൻ താല്പര്യവുമില്ല എന്ന തീരുമാനത്തിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും പാൻ ഇന്ത്യൻ റിലീസായ തഗ് ലൈഫ് കർണാടകയിൽ റിലീസ് ചെയ്യില്ല. അങ്ങനെ ഒരു തീരുമാനം ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ തന്നെ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ചിത്രം റിലീസ് ചെയ്യാതിരിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏകദേശം 35 കോടിയോളം രൂപ കളക്ഷനിൽ ഇടിവ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. കാരണം അങ്ങനെ കണക്കാക്കാൻ കാരണം തമിഴിലെ മറ്റു പ്രമുഖ താരങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ കർണാടകയിൽ നിന്ന് നേടിയ കളക്ഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു കണക്കാണ്. 35-40 കോടി രൂപയോളം കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇതിനു മുൻപ് ഹിറ്റായ കമലിൻ്റെ വിക്രം അത് ആഗോള കളക്ഷൻ 500 കോടി രൂപ നേടിയെങ്കിൽ കർണാടകയിൽ നിന്ന് മാത്രം 35 കോടിയാണ് നേടിയത്. ആ നിലയ്ക്ക് മണിരത്നത്തിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങുന്ന തഗ് ലൈഫിനെ കന്നഡക്കാർ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഭാഷാ വിവാദം എല്ലാം തലകീഴായി മറിച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് കർണാടക ഫിലിം ചേംബർ ഓഫ് കോമേഴ്സുമായി അദ്ദേഹം കമൽഹാസൻ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും ക്ഷമാപണം നടത്താതെ ചർച്ചയില്ലെന്നാണ് ഫിലിം ചേംബർ പറയുന്നത്. കന്നഡക്കാർ മൊത്തം കമലഹാസൻ്റെ ക്ഷമാപണമാണ് ആവശ്യപ്പെടുന്നത്. കർണാടകയിലെ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും സിനിമാ രംഗത്തുള്ളവരുമെല്ലാം കമലിൻ്റെ ക്ഷമാപണമാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും കമലഹാസൻ വല്ലാത്തൊരു ഊരാക്കുടുക്കിലാണ് ചെന്നപ്പെട്ടിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലാതും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രത്തിന് വളരെ കളക്ഷൻ കുറയുന്ന ഒരു സാഹചര്യം കമലഹാസൻ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഒരു നാവ് പിഴയുടെ പേരിൽ. എന്നാൽ അതിൽ നിന്ന് തടിയൂരാൻ കമലഹാസൻ്റെ ദുരഭിമാനം സമ്മതിക്കുന്നുമില്ല. എല്ലാ ഭാഷയ്ക്കും ആ ഭാഷയുടേതായ മഹത്വങ്ങളുമുണ്ട്. ഓരോ ഭാഷയും അതിൻ്റേതായ വ്യക്തിത്വമുണ്ട്. അത് സംസാരിക്കുന്ന ജനങ്ങൾക്ക് ആ ഭാഷ ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങൾ പറയാൻ വാ തുറക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നാണ് കമലഹാസൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്.